2027 സിവിൽ സർവീസസ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ആസ്പിറൻസിനായി സൈലം IAS കണ്ടക്ട് ചെയ്യുന്ന പ്രിലിംസ് കം മെയിൻസ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സജീവമായി പുരോഗമിക്കുകയാണ്. സ്വാഭാവികമായും കേരളത്തിലെമ്പാടുമുള്ള പല പ്രദേശങ്ങളിൽ നിന്നായി വരുന്ന ആസ്പിറൻസ് പലതരത്തിലുള്ള സംശയങ്ങൾ ഈ ബാച്ചസുമായി ബന്ധപ്പെട്ട് റേസ് ചെയ്ത് കാണുന്നു. ഈ സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സൈലം IASന്റെ ബാച്ചസ് എവിടെയൊക്കെയാണ് നടക്കുക, ഓൺലൈൻ ഓഫ്ലൈൻ മോഡിൽ അവൈലബിൾ ആയിരിക്കുമോ ബാച്ചസ്, ടീച്ചേഴ്സ് ആരെല്ലാമാണ്, സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്നിങ്ങനെ വളരെ കോമൺ ആയിട്ടുള്ള സംശയങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി പത്തനംതിട്ടയിൽ നിന്ന് ഗൗരിലക്ഷ്മി ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: സർ, സൈലം IASന്റെ ക്ലാസ്സുകൾ എവിടെയൊക്കെയാണ് നടക്കുക? നമുക്ക് രണ്ട് ഓപ്ഷനാണ് പ്രധാനമായും സൈലം IASൽ പഠിക്കാനായുള്ളത്. ഒന്ന് ഓഫ്ലൈൻ മോഡിൽ നിങ്ങൾക്ക് പഠിക്കാം, മറ്റൊന്ന് ഓൺലൈൻ മോഡിൽ പഠിക്കാം. രാജ്യത്തെ ഏറ്റവും വലിയ എഡ്ടെക് സ്ഥാപനമായ ഫിസിക്സ് വാലയുടെ സഹോദര സ്ഥാപനമാണ് സൈലം ലേണിംഗ് എന്ന് പറയുന്നത്. ഈ സൈലം ലേണിംഗ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ എഡ്ടെക് കമ്പനി. കേരളത്തിലെമ്പാടും നിങ്ങൾ സൈലത്തിൻ്റെ ക്യാമ്പസ് കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഗൗരിലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടായിരിക്കുക. ഏതായാലും ഓഫ്ലൈൻ ബാച്ചസുമായി ബന്ധപ്പെട്ട് സൈലം IAS ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ്. തിരുവനന്തപുരത്ത് സ്റ്റാച്യു ജംഗ്ഷനിലും കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുമുള്ള സൈലത്തിൻ്റെ ക്യാമ്പസുകളിലാണ് സൈലം IASന്റെ ഓഫ്ലൈൻ ബാച്ചസ് കണ്ടക്ട് ചെയ്യപ്പെടുക. ഇനിയൊരു ഓൺലൈൻ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ സൈലം IASന്റെ റെക്കോർഡഡ് ബാച്ചസ് അവൈലബിൾ ആണ്. റെക്കോർഡഡ് ബാച്ചസ് എന്ന് പറയുമ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രമാണ് എന്ന് കരുതരുത്. ഫാക്കൽറ്റീസുമായി നിരന്തരമായി സംസാരിക്കാൻ സാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഇതൊരു ലൈവ് പ്ലസ് റെക്കോർഡഡ് ബാച്ചായാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ബാച്ച് നിങ്ങൾക്ക് ഓൺലൈനായി സൈലം ലേണിംഗ് ആപ്പിലൂടെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 3 സാധ്യതയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒന്ന്, തിരുവനന്തപുരത്തോ കോഴിക്കോടോ ഓഫ്ലൈനായി സൈലം IASന്റെ ക്ലാസ്സസ് എക്സ്പീരിയൻസ് ചെയ്യാം. മറ്റൊന്ന്, നിങ്ങളുടെ വീടിൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്ന് ഓൺലൈനായും സൈലം IASന്റെ ക്ലാസ്സസ് എക്സ്പീരിയൻസ് ചെയ്യാം. മറ്റൊരു ചോദ്യം മലപ്പുറത്ത് നിന്ന് ഷാഹിന ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഷാഹിന ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സർ, എൻ്റെ വീട് മലപ്പുറമാണ്. അതുകൊണ്ട് ഞാൻ കോഴിക്കോട് സൈലത്തിൽ PCM ജോയിൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. കോഴിക്കോടും തിരുവനന്തപുരത്തും സൈലം ക്ലാസ്സസ് സെയിം ആണോ? ഫാക്കൽറ്റീസ് സെയിം ആണോ? തിരുവനന്തപുരത്ത് ലഭിക്കുന്ന എല്ലാം കോഴിക്കോട് ലഭിക്കുമോ? ഷാഹിന, വളരെ കൃത്യമായി തന്നെ പറയാം, സൈലം IASന്റെ ബാച്ചസ് നമ്മൾ ഓഫ്ലൈനായി ഓപ്പറേറ്റ് ചെയ്യുന്നത് തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ്. തിരുവനന്തപുരത്ത് എങ്ങനെയാണോ ബാച്ചസ് കണ്ടക്ട് ചെയ്യുന്നത് എക്സാക്ട്ലി അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ബാച്ചസ് കോഴിക്കോടും ക്ലോൺ ചെയ്യുക. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പോകുന്ന ക്ലാസ്സസ് എങ്ങനെയാണോ അതേ ക്ലാസ്സസ് തന്നെ ആയിരിക്കും നമ്മൾ കോഴിക്കോടും കണ്ടക്ട് ചെയ്യുക. ക്ലാസ്സസിൻ്റെ ഷെഡ്യൂൾസിൽ മാത്രമായിരിക്കും മാറ്റം വരിക. തിരുവനന്തപുരത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച UPSC ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സസ് നയിക്കുന്നത് എങ്കിൽ അതേ ഫാക്കൽറ്റീസ് തന്നെ കാലിക്കറ്റ് സൈലം ഫ്യൂച്ചർ ക്യാമ്പസിൽ വന്ന് സ്റ്റേ ചെയ്ത് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുക. അതുകൊണ്ട് അത്തരത്തിൽ യാതൊരു കൺസേണിൻ്റെയും ആവശ്യമില്ല. തിരുവനന്തപുരത്ത് എന്താണോ ലഭിക്കുന്നത് അത് അതേപടി തന്നെ നമ്മൾ കോഴിക്കോടും നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. അതുകൊണ്ട് അത്തരം കൺസേൺസ് എല്ലാം മാറ്റിവെക്കുക. നമ്മൾക്ക് സൈലം IASൽ കാണാം. അടുത്ത ചോദ്യം ആലുവയിൽ നിന്ന് ആർഷ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആർഷ ചോദിക്കുന്നത് സൈലം IASന്റെ ഫീ എങ്ങനെയാണ്, EMI ഓപ്ഷൻ അവൈലബിൾ ആണോ എന്നുള്ളതാണ്. ആർഷ, സൈലം എന്ന എഡ്ടെക് പ്ലാറ്റ്ഫോമിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഉദ്ദേശം തന്നെ വളരെ ക്വാളിറ്റിയോടുകൂടിയുള്ള ഒരു എഡ്യൂക്കേഷൻ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ ആർഷയെ പോലുള്ള ആസ്പിറൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാര്യം, ഭീമമായ തുക അഫോർഡ് ചെയ്ത് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആസ്പിറൻസിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് സൈലത്തിൻ്റെ എല്ലാ വെർട്ടിക്കൽസും പോലെ തന്നെ സൈലം IASും വ്യത്യസ്തമായി അല്ല ചിന്തിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ നമ്മുടെ ഓൺലൈൻ ബാച്ചസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓഫ്ലൈൻ ബാച്ചിന് 69,999 രൂപയും ഓൺലൈൻ ബാച്ചിന് 34,999 രൂപയുമാണ് സൈലം IAS ഫിക്സ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മറ്റ് എഡ്ടെക് സ്ഥാപനങ്ങളിലും മറ്റ് സിവിൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അന്വേഷിക്കാം. ആൻഡ് ഏറ്റവും അഫോർഡബിൾ ആണ് എന്ന് നിങ്ങൾ കൃത്യമായി വിലയിരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ സൈലം IASൽ ജോയിൻ ചെയ്താൽ മതി. ഇത് ഞങ്ങളുടെ അഹങ്കാരമല്ല, ആത്മവിശ്വാസമാണ്. കൂടാതെ EMI ഓപ്ഷൻ അവൈലബിൾ ആണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കോട്ടയത്ത് നിന്ന് ലക്ഷ്മി ചോദിച്ചിട്ടുള്ള ചോദ്യം: സർ, ഞങ്ങൾ ഡൽഹിയിൽ പോയി സിവിൽ സർവീസസ് പ്രിപ്പയർ ചെയ്യുന്നതും കേരളത്തിൽ സിവിൽ സർവീസസ് പ്രിപ്പയർ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാര്യം ഡൽഹി എന്ന് പറയുന്നത് ഒരു കാലത്ത്
സിവിൽ സർവീസസ് ആസ്പിറൻസിൻ്റെ ഒരു ഹോളി ലാൻഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കാലഘട്ടം മാറി, ഇന്ന് ടെക്നോളജി ഒരുപാട് വളർന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എന്തെല്ലാം സൗകര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഡൽഹിയിൽ ലഭ്യമാണോ അതെല്ലാം തന്നെ ഇന്ന് കേരളത്തിൽ കൃത്യമായി ലഭ്യമാണ് എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിക്കൊള്ളട്ടെ, സ്റ്റഡി മെറ്റീരിയൽസ് ആയിക്കൊള്ളട്ടെ, ടെസ്റ്റ് പേപ്പേഴ്സ് ആയിക്കൊള്ളട്ടെ, ഇനി ഏറ്റവും എക്യുപ്ഡ് ആയിട്ടുള്ള ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ആയിക്കൊള്ളട്ടെ, എല്ലാ തരത്തിലും ഇന്ന് കേരളം, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള നഗരങ്ങൾ ഒരു സിവിൽ സർവീസസ് ഹബ്ബായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾക്കോ കൺസേൺസിനോ യാതൊരു പ്രസക്തിയും നൽകേണ്ടതില്ല എന്നുള്ളതാണ് നമ്മളുടെ അഭിപ്രായം. ഡൽഹി മോഡൽ സിവിൽ സർവീസസ് കോച്ചിങ് എന്നത് കേരളത്തിൽ പ്രാക്ടിക്കലാക്കുക എന്നുള്ളത് കൂടിയാണ് സൈലം IASന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിന് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് PW അല്ലെങ്കിൽ ഫിസിക്സ് വാല എന്ന രാജ്യത്തെ ഏറ്റവും വലിയ എഡ്ടെക് കമ്പനിയുടെ സഹോദര സ്ഥാപനമായ ഓൺലി IASന്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് സൈലം IAS നിങ്ങളിലേക്ക് പ്രിലിംസ് കം മെയിൻസ് ബാച്ചസ് എത്തിക്കുന്നത്. വിശ്വസിക്കാം, ഞങ്ങളോടൊപ്പം ചേരാം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് പ്രധാനമായും ഒരു വലിയ വിഭാഗം ആസ്പിറൻസ് പലപ്പോഴായി നമ്മളുടെ എൻക്വയറി ഡിപ്പാർട്ട്മെൻറ്റിനോട് കൺവേ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലർ ആസ്പിറൻസ് ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിലും സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉണ്ടാകാം. അത്തരം സംശയങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ള സ്പേസിൽ തന്നെയാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരം സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്താം. See you there at Xylem IAS.